ഇവൾ വളരെ വ്യത്യസ്തയായ സ്ത്രീയാണ്. മോഷ്ടാക്കൾ കൊള്ളയടിച്ചതിനു ശേഷവും ഇവൾ തടയാൻ ശ്രമിക്കുന്നില്ല എന്നു മാത്രമല്ല അവർക്കു നേരെ കൂടുതൽ പണം നീട്ടുന്നു. മോഷ്ടാക്കളിൽ ഒരാൾക്ക് പ്രലോഭനത്തെ ചെറുക്കാൻ കഴിയാത്തതിനാൽ പണമെടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും ജാക്കിന് ജൂലിയിൽ എന്തോ വിചിത്രമായി തോന്നി. തൊട്ടടുത്ത നിമിഷം ജൂലി ഒരു കാറിന് മുന്നിലേക്ക് എടുത്ത് ചാടാൻ ശ്രമിക്കുന്നു. എന്നാൽ ജാക്ക് കൃത്യസമയത്ത് അവളെ രക്ഷിച്ചു. ഇതിൽ നിന്നും ജൂലിക്ക് തുടർന്ന് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ ജാക്ക് അവളെ സഹായിക്കാനായി അവളുടെ പിന്നാലെ പോയി. മോഷ്ടാക്കളുടെ സാന്നിധ്യം ജൂലിയിൽ പ്രത്യേകിച്ചൊരു മാറ്റവും സൃഷ്ടിച്ചില്ല. അവൾ നേരെ ബാത്റൂമിലേക്ക് കയറിയതും അവസരം മുതലെടുത്ത് ജാക്ക് ബാത്റൂം ഡോർ ലോക്ക് ചെയ്തു. തുടർന്ന് ജൂലിയുടെ ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിച്ചു. അവനെ ഞെട്ടിച്ചുകൊണ്ട് ജൂലിയുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചതാണെന്ന കാര്യം അറിയിച്ചു. അതിനുശേഷം ജൂലിയുടെ മകൻ അവിടേക്ക് കടന്നു വന്നതും അവർ തന്റെ അമ്മയുടെ സുഹൃത്തുക്കളാണെന്ന രീതിയിൽ നടിച്ചു. തുടർന്ന് ജാക്ക് ബാത്റൂമിലേക്ക് ചെന്നതും സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാനായി തുടങ്ങുന്ന ജൂലിയെയാണ് കാണാൻ കഴിഞ്ഞത്. ജാക്ക് അവളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് അവളുടെ മകന് തന്നെ ആവശ്യമാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. താൻ ചെയ്യാൻ പോകുന്നതിന്റെ ആഴം മനസ്സിലാക്കിയ ജൂലി പിൽസ് മുഴുവനായി ഒഴുക്കി കളഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ജൂലിയും ജാക്കും ഒന്നിക്കുന്നു. കൂടുതൽ സ്റ്റോറീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.